എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 6ാമത്തെ സർഗത്തിലെ 27, 28, 29 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. ഇവിടെ പറയണത് ഭഗവാൻ വളരെ ഭംഗിയായിട്ട് യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദഗോപരെ പ്രേരിപ്പിച്ചു എന്നും അങ്ങനെ വളരെ ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് പറയാൻ തുടങ്ങുന്നത്. എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി, അതോടൊപ്പം തന്നെ ഗോവർദ്ധന പർവ്വതത്തിനും പൂജ കൊടുത്തു. എല്ലാവരും വളരെയധികം സന്തുഷ്ടരായി. എന്നിട്ട് ബ്രാഹ്മണരെന്താണ് ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യം 27ാമത്തെ ശ്ലോകം നോക്കാം. ഭവതസ്തനയോ ഭൂയാദത്യാഖണ്ഡല വിക്രമ ഇത്യാശിഷമതിപ്രീതാ ദദുസ്തസ്മൈ ദ്വിജാതയ. ആദ്യം പദച്ഛേദം പറയാം. ഭവത തനയ ഭൂയാദ് അത്യാഖണ്ഡല വിക്രമ ഇതി ആശിഷം അതിപ്രീതാ ദദു തസ്മൈ ദ്വിജാതയ. ദ്വിജാതികൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്. ദ്വിജാതയ ബ്രാഹ്മണർ ഒരുപാട് പേര് അവിടെ വന്നിരുന്നു. അനവധി ബ്രാഹ്മണരെ ക്ഷണിച്ചിരുന്നല്ലോ. അവരെല്ലാവരും തന്നെ എന്താണ് ചെയ്തത് എന്ന് പറയാണ്, നന്ദഗോപരോട് പറയാണ്. ഭവത തനയ, അങ്ങയുടെ ഈ മകനുണ്ടല്ലോ കൃഷ്ണൻ കാരണമാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ അതൊരു ഇന്ദ്രയാഗമായിട്ട് മാത്രം മാറിയേനെ. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ബ്രാഹ്മണർക്ക് വേണ്ട വിധം പൂജയും ഭക്ഷണവും ഒക്കെ നൽകി. അങ്ങനെ അത് വളരെ മറ്റൊരു രീതിയിൽ വളരെ വിശേഷപ്പെട്ട ഒരു യാഗമായി തീർന്നു. അതിന് കാരണമായത് ശ്രീകൃഷ്ണനാണ് എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണര് ശ്രീകൃഷ്ണനെയും അച്ഛനെയും ഒക്കെ ആശീർവദിച്ചു. അതാണ് പറയണത്. ഭവത തനയ, അങ്ങയുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എങ്ങനെയായിത്തീരും? അത്യാഖണ്ഡല വിക്രമ ഭൂയാത്, അത്യാഖണ്ഡല വിക്രമനായിത്തീരും. ആഖണ്ഡലൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ആഖണ്ഡല വിക്രമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ വിക്രമങ്ങൾ, ഇന്ദ്രന്റെ പരാക്രമങ്ങൾ. ഇന്ദ്രൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ദേവനായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. ആരെയും തോൽപ്പിക്കത്തക്കതായ ശക്തിയും അതുപോലെ തന്നെ ആയുധങ്ങളും സൈന്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് ദേവേന്ദ്രൻ. അപ്പോൾ ആ ദേവേന്ദ്രന്റെ തന്നെ വിക്രമം അല്ലെങ്കിൽ യുദ്ധം തടുക്കാൻ പറ്റാത്തതാണ് എങ്കിൽ അതിനേക്കാളും കേമായിട്ടുള്ള പരാക്രമം, ആക്രമണം, അതിനുള്ള ശക്തി ശ്രീകൃഷ്ണൻ ഉണ്ടാവും എന്നാണ് പറയണത്. അതാണ് അത്യാഖണ്ഡല വിക്രമ. ആഖണ്ഡല വിക്രമത്തിനെയും വെല്ലുന്ന തരത്തിലുള്ള ഇന്ദ്രന്റെ പരാക്രമങ്ങളെക്കാൾ അതിനേക്കാൾ ശക്തിയുള്ള, ഇന്ദ്രന്റെ പരാക്രമങ്ങളെ പോലും തോൽപ്പിക്കുന്നതായ അത്രയ്ക്ക് ശക്തിയുള്ളവനായി തീരട്ടെ എന്ന്. അതാണ് അത്യാഖണ്ഡല വിക്രമ ഇതി ആശിഷം, തുടങ്ങിയിട്ടുള്ളതായ ആശീർവാദങ്ങൾ തസ്മൈ അതിപ്രീത ദ്വിജാതയ ദദു. തസ്മൈ എന്ന് പറഞ്ഞാൽ നന്ദഗോപർക്ക്. നന്ദഗോപരെ ഇപ്രകാരം അനുഗ്രഹിച്ചു. അതിപ്രീതാഹ ദ്വിജാതയ, അതിപ്രീതന്മാരായിട്ടുള്ള വളരെയധികം സന്തോഷം വന്ന, അതായത് ഇത്തരത്തിലുള്ള ഒരു ആദരവൊന്നും പലപ്പോഴും ബ്രാഹ്മണർക്ക് കിട്ടാറില്ല. അത്ര കേമായിട്ടുള്ള സ്വർണം കിട്ടി, വസ്ത്രം കിട്ടി, പശുക്കളെ കിട്ടി, അങ്ങനെയുള്ള അതുപോലെ തന്നെ വളരെ വലിയൊരു ആദരവ് കിട്ടി. കാലുകഴിച്ചുവിട്ട് പോലെയുള്ളതൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളതായ ആ ആദരവ് കിട്ടിയ ബ്രാഹ്മണരെല്ലാവരും തന്നെ നന്ദഗോപരെയും അതുപോലെ തന്നെ കൂട്ടത്തിൽ കൃഷ്ണനെയും ആശംസിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. ആശീർവാദങ്ങളൊക്കെ അച്ഛനാണ് എങ്കിലും മകന് ഉയർന്ന പദവി കിട്ടും എന്ന് പറയുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് ആശംസിച്ചത്. തസ്മൈ നന്ദഗോപായ, ആ നന്ദഗോപർക്കായിക്കൊണ്ട് ആശിഷം ദദു, ആശീർവാദങ്ങൾ നൽകി എന്നർത്ഥം. എന്നിട്ട് 28ാമത്തെ ശ്ലോകത്തിൽ ഇവരൊക്കെ സന്തോഷിച്ചു എന്ന് പറയാണ്. നമുക്ക് ശ്ലോകം ചൊല്ലാം. നന്ദസംഘർഷണ ശൗരി സർവേ ച വ്രജവാസിന തച്ഛേഷഭോജിന പ്രീതിം പരമാം പ്രതിപേദിരേ. ആദ്യം പദച്ഛേദം പറയാം. നന്ദ സംഘർഷണ ശൗരി സർവേ ച വ്രജവാസിന തച്ഛേഷഭോജിന പ്രീതിം പരമാം പ്രതിപേദിരേ. എവിടെയും പദച്ഛേദം ചെയ്യാനൊന്നുമില്ല. പദങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുക മാത്രമേ ഉള്ളൂ. എല്ലാവരും തന്നെ, അതായത് ബ്രാഹ്മണരുടെ കൂട്ട് കഴിഞ്ഞു, അവരെ ഭക്ഷണം കഴിപ്പിച്ച് സന്തോഷത്തോടു കൂടിയൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് ഇവരും ആ യാഗശേഷം ഭുജിച്ചു എന്നാണ് പറയണത്. അതാണ് നന്ദ സംഘർഷണ ശൗരി സർവേച വ്രജവാസിന.
നന്ദ എന്ന് പറഞ്ഞാൽ നന്ദഗോപര്, സംഘർഷണൻ, ബലരാമൻ, ശൗരി, ശ്രീകൃഷ്ണൻ, ബാക്കിയുള്ള എല്ലാ വ്രജവാസികളും എല്ലാ ഗോകുലവാസികളും ചേർന്നിരുന്നു കൊണ്ട് എന്തു ചെയ്തു? തച്ഛേഷഭോജിന, അവരെല്ലാവരും ശേഷം കൊണ്ടുകൊണ്ട്, ശേഷം ഭുജിച്ചുകൊണ്ട്, യാഗശേഷം ഭക്ഷിച്ചുകൊണ്ട്, അതിൻ്റെ ഫലം ഇനി അവർക്കാണല്ലോ കിട്ടണത്. അത് അപ്പോൾ ആ അവസാനത്തേതായ ഭക്ഷണമൊക്കെ ആ യാഗം തീരാണ്. അങ്ങനെ യാഗശേഷം ഭുജിച്ചുകൊണ്ട് പരമാം പ്രീതിം പ്രതിപേദിരെ, പരമമായ പ്രീതിയെ പ്രാപിച്ചു. പ്രതിപേദിരെ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥം. അതായത് വേണ്ട പോലെയൊക്കെ യാഗം ചെയ്യാൻ പറ്റി. ക്ഷണിച്ചവരെല്ലാവരും വന്നു. അവരെല്ലാവരും സുഭിക്ഷമായിട്ട് എല്ലാം സ്വീകരിച്ചു, ഭക്ഷണം കഴിച്ചു. അതിനുശേഷം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. കൃഷ്ണന് പ്രത്യേകം ആശീർവാദങ്ങളും കിട്ടി. അതൊക്കെ കൂടിയിട്ട് മുമ്പത്തേക്കാളും ഏറെ ഭംഗിയായിട്ട് യാഗം കഴിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് നന്ദഗോപരടക്കമുള്ള എല്ലാ വ്രജവാസികളും വളരെയധികം സന്തോഷം അനുഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല. അങ്ങനെ ഈ ഒരു ഗോകുലത്തിലെ സന്ദർഭം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആർക്കാണ് യാഗം ചെയ്യേണ്ടിയിരുന്നത്? ഇന്ദ്രനാണല്ലോ. അപ്പോൾ ഇന്ദ്രന്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് 29ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം ശ്ലോകം നോക്കാം. ഉപവിഷ്ടസ്സു ധർമായാം ശതമന്യുസ്സഹാമരൈഃ ശ്രുത്വാ പരിഭവം കൃഷ്ണാത് ചുകോപതമസാവൃത. ആദ്യം പദച്ഛേദം പറയാം. ഉപവിഷ്ട സുധർമായാം ശതമന്യു സഹ അമരൈഃ ശ്രുത്വാ പരിഭവം കൃഷ്ണാത് ചുകോപ തമസാ ആവൃത. അടുത്തതായിട്ട് ഇന്ദ്രന്റെ പുറപ്പാടിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. ഈ യാഗം കിട്ടേണ്ടിയിരുന്നത് ഇന്ദ്രനാണല്ലോ. ഇന്ദ്രൻ ഒന്നും കിട്ടിയില്ല. അതിന്റെ ദേഷ്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സുധർമായാം ഉപവിഷ്ട. സുധർമ്മ എന്ന് പറഞ്ഞാൽ ദേവസഭയാണ്. ദേവസഭയുടെ പേരാണ് സുധർമ്മ എന്ന്. ആ സുധർമ്മയിൽ, ദേവസഭയിൽ ഉപവിഷ്ട. ഉപവിഷ്ട എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവനായ, അവിടെ വിരാജിക്കുന്നവനായ. എങ്ങനെയാണ് വിരാജിക്കുന്നത്? അമരൈ സഹ ഉപവിഷ്ട ശതമന്യു. അമരൈ സഹ, അമരന്മാരോടുകൂടി. അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാര്. മറ്റ് ദേവന്മാരോടൊക്കെ കൂടിയിട്ട്, ഒറ്റയ്ക്കല്ല, എല്ലാ ദേവന്മാരോടും കൂടിയിട്ട് ദേവസഭയിൽ ഇരിക്കുന്നവനായിട്ടുള്ള ആ ദേവേന്ദ്രൻ. സുധർമായാം ഉപവിഷ്ട, സുധർമായാം അമരൈ സഹ ഉപവിഷ്ട ശതമന്യു. ശതമന്യു എന്നാണ് ഇവിടെ ഇന്ദ്രന് പറഞ്ഞിരിക്കുന്നത്. ശതമന്യു എന്ന് പറഞ്ഞാല് ശതം മന്യവ ക്രതവ അസ്യ യസ്യ സ ശതമന്യു. അതായത് 100 യാഗങ്ങൾ ചെയ്തിട്ടുള്ളവൻ. അങ്ങനെയുള്ള ആൾക്കാരെയാണ്, അങ്ങനെയുള്ള ആളെയാണ് ഇന്ദ്രൻ എന്ന് വിളിക്കുക. അപ്പോൾ ബാക്കി ആരും 100 യാഗം ചെയ്ത് തീർക്കാൻ ഇന്ദ്രൻ അനുവദിക്കാറില്ല. 100ാമത്തെ ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് യാഗം മുടക്കുകയാണ് ഇന്ദ്രന്റെ ഒരു പതിവ്. അതുകൊണ്ട് 100 യാഗം തികച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്, അങ്ങനെ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്ദ്രൻ അവിടെ ദേവസഭയിലെ ദേവലോകത്ത് വിരാജിച്ചരുളുന്നത്. അങ്ങനെയുള്ള ഇന്ദ്രൻ എന്തു ചെയ്തു? കൃഷ്ണാത് പരിഭവം ശ്രുത്വാ തമസാവൃത ചുകോപ. കൃഷ്ണാത് പരിഭവം, കൃഷ്ണനിൽ നിന്ന് പരിഭവം. പരിഭവം എന്ന് പറഞ്ഞാൽ അനാദരം, പരാഭവം, തോൽവി എന്നൊക്കെ അർത്ഥം. കൃഷ്ണൻ നടത്തിയതായ, ഭൂമിയിൽ നടത്തിയതായ മറ്റൊരു തരത്തിലുള്ള യാഗം, തനിക്ക് നൽകേണ്ടിയിരുന്ന യാഗം ഇപ്പോൾ ആർക്കാണ് കൊടുത്തത്? ബ്രാഹ്മണർക്കായിക്കൊണ്ട് കൊടുത്തു, ഗോവർദ്ധന പർവ്വതത്തിനായിട്ട് കൊടുത്തു. അതൊക്കെ കേട്ടിട്ട് തന്നെ അനാദരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട്, അതാണ് പരിഭവം ശ്രുത്വ, തന്നോട് ചെയ്തതായിട്ടുള്ള അനാദരവിനെ പറ്റി കേട്ടിട്ട് തമസാവൃത. തമസാവൃത എന്ന് പറഞ്ഞാൽ തമസ്സുകൊണ്ട് മൂടപ്പെട്ടവനായിട്ട്, ചുറ്റപ്പെട്ടവനായിട്ട്. തമസ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്ധകാരം, ഇരുട്ട്, അജ്ഞാനം, അല്ലെങ്കിൽ ഈ ദേഷ്യം, അതിനെയും പറയാം തമസ് എന്നൊരു തമോ ഗുണമാണ് ദേഷ്യം. അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദേഷ്യത്തിനെ തമസ്സായിട്ട് ചിത്രീകരിക്കുന്നത്. അങ്ങനെ തമസാവൃത ചുകോപ, അജ്ഞാനം കൊണ്ട് മൂടിയ ആ ഇന്ദ്രൻ കൂടുതൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. ചുകോപ എന്ന് പറഞ്ഞാൽ വല്ലാതെ ദേഷ്യപ്പെട്ടു. വർദ്ധിച്ച ദേഷ്യത്തോടു കൂടിയിട്ടാണ് ആ സുധർമ്മയിൽ അങ്ങനെ ഇരുന്നത് എന്നർത്ഥം.
അങ്ങനെ ഇന്ദ്രന്റെ കഥയിലേക്കാണ് ഈ ഒരു ശ്ലോകത്തിൽ വന്നത്. തുടർന്നുള്ള ഇന്ദ്രന്റെ പരാക്രമങ്ങൾ അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ പ്രകടനമൊക്കെ അടുത്ത ശ്ലോകത്തിലാണ് വർണ്ണിക്കണത്. അത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഭവതസ്തനയോ ഭൂയാദത്യാഖണ്ഡല വിക്രമ ഇത്യാശിഷമതിപ്രീതാ ദദുസ്തസ്മൈ ദ്വിജാതയ നന്ദസംഘർഷണ ശൗരി സർവേ ച വ്രജവാസിനഃ തച്ഛേഷഭോജിനഃ പ്രീതിം പരമാം പ്രതിപേദിരേ ഉപവിഷ്ടസ്സു ധർമ്മായാം ശതമന്യുസ്സഹാമരൈഃ ശ്രുത്വാ പരിഭവം കൃഷ്ണാത് ചുകോപതമസാവൃതഃ. 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.